അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. അമരമല മാമ്പറ്റ വഴിമൂച്ചിക്കൽ നഗറിലെ ജാനകിക്കാണ് പരിക്കേറ്റത്. വഴിമൂച്ചിക്കൽ നഗറിലെ കുളത്തിൽ തുണി അലക്കാൻ പോകുന്നതിടെയാണ് ജീവിയുടെ ആക്രമണമുണ്ടായത്. പുലിയാണ് ആക്രമിച്ചതെന്നും തെങ്ങുമടൽ കൊണ്ട് അടിച്ചു രക്ഷപ്പെടുകയായിരുന്നുവെന്നും കൂടെയുണ്ടായിരുന്ന ബന്ധു അവിഷ്ണ പറഞ്ഞു. ഞങ്ങളവിടെ വെറുതെ ഇരിക്കുന്നു. അപ്പൊ അവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോടിന്റെ ഉള്ളിൽ നിന്നാണ് അവിടെ ചാടിയതാണ്. അപ്പൊ അമ്മേന്റെ കയ്യിൽ മട്ടിലുള്ളതുകൊണ്ട് അടിച്ചതാക്കിയത്. വീടിന്റെ അടുത്താണോ ഈ സ്ഥലം? വീടിന്റെ കുറച്ച് അങ്ങോട്ട് പോവാള്ളൂ, കുറച്ച് പോവാള്ളൂ. കുളത്തിന്റെ ഇപ്പുറത്തൊരു റബ്ബർ തോട്ടുണ്ട്, അവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് ചാടിയതാണ്. അതെ അതെ, ഞാൻ കുറച്ച് അപ്പുറത്ത് മാറിക്കുന്നു. പിന്നെ അവിടുന്ന് ഓടിപ്പോയി. ജാനകിയുടെ തലയിലും നെറ്റിയിലും പുറത്തും മുറിവുണ്ട്. നാട്ടുകാർ മുൻ പഞ്ചായത്ത് അംഗം നിഷാദിനെ വിവരം അറിയിച്ചു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, വാർഡംഗ ശോഭന എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വാഹനത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്ന് ഏകദേശം 2 മണിയപ്പോഴാണ് നിഷാദ്, ആ വാർഡിന്റെ മുൻ മെമ്പറാണ്, എന്നെ വിളിച്ചു. ഇങ്ങനെ വഴിമൂച്ചിക്കൽ കോളനി എന്ന് പറഞ്ഞാൽ നമ്മളെ അമരമല ഗ്രാമപഞ്ചായത്തിലെ ST ഉന്നതിയാണ്. അതെന്ന് പറഞ്ഞാൽ കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല, ജനവാസ മേഖല. ടൗണിൽ 1 കിലോമീറ്റർ ഉള്ളു, നമ്മൾ പുകമാൻ ടൗണിൽ നിന്ന്. ഇതിന് മുന്നേ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ആദ്യത്തെ സംഭവമാണ്. അപ്പൊ ഇങ്ങനെ വിളിച്ചു. ഞാൻ പഞ്ചായത്തിൽ നിന്ന് 2-3 മെമ്പർമാരായിട്ട് അവിടേക്ക് പോയിരുന്നു. പോണ വഴിയിലാണ് ഇവര് വിഷ്ണു, പിന്നെ നമ്മളെ ജാനകി ചേച്ചിയും മുൻ മെമ്പറും കൂടി ഓട്ടോയിൽ വന്നപ്പം നമ്മൾ പഞ്ചായത്തിന്റെ വണ്ടിയിൽ തന്നെ ആ വഴിയിൽ നിന്ന് കയറ്റിയിട്ട് നമ്മൾ നേരെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇപ്പം ഡോക്ടർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര പ്രദേശമാണ് അമരമല ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാല്. അവിടെ കരടിന്റെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. TK കോളനി, തേൽപ്പാറ, പാട്ടുകാരും ഭാഗത്താണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ അങ്ങാട്ട് ടൗണിനോട് ചേർന്നുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ടായത് വളരെ ഒരു ഷോക്കാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല്. ആളുകൾ തിങ്ങി പറക്കുന്നിട്ട് ഇവർ ഈ പറഞ്ഞ ആ തോട്, കുളം എന്നൊക്കെ പറഞ്ഞാല് വൈകുന്നേരം ആയാലും കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്, സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ വളരെ ഷോക്കാണ് ഞങ്ങൾക്ക്. ആക്രമണം നടത്തിയത് പുലിയാകാമെന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നും DFO ധനിക്ലാൽ പറഞ്ഞു. പൂക്കോട്ടുംപാടം ഭാഗത്ത് കർലായിലേക്ക് വരുന്ന റൂട്ടിൽ ഒരു സ്ഥലത്തേക്ക് പൂക്കോട്ടുംപാടം ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്ററുള്ള സ്ഥലത്ത് വെച്ച് ജാനകി എന്നൊരു സ്ത്രീ, ഏകദേശം 50 വയസ്സോളം വരുന്ന ജാനകി എന്ന സ്ത്രീയെ പുലി ആക്രമിച്ചതായതാണ് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അത് കാരണം തന്നെ ഉടനെ തന്നെ അവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് വന്നാണ്. അവർ തലയിലൊരു മുറിവുണ്ട്, നെറ്റിയിൽ മുറിവുണ്ട്, കൈകളിൽ 2 മുറിവുണ്ട്, പുറത്തൊരു ചെറിയ മാന്ത് പോലത്തെ പാടുണ്ട്. എന്തായാലും ഞങ്ങൾ നേരിട്ട് തന്നെ ആ സ്ഥലം ഒന്ന് പരിശോധിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യും. ഉച്ചയ്ക്ക് 1:30യോടെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണം നടന്ന സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തി വരികയാണ്. പരിക്കേറ്റ ജാനകിയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പരിക്ക് നിസ്സാരമാണെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് നൗ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.